കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യമായ യാത്ര നല്ല കാര്യമാണ്. പക്ഷേ അത് ബസ്സിലാണോ ഓട്ടോയിലാണോ എന്ന് വിശദീകരിക്കാതെ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ച സ്ഥലം വിട്ട് രാഹുൽ ഗാന്ധി പിന്നെ പൊങ്ങിയത് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്കാണ്. എന്തായാലും അത് നടക്കടായില്ല, ജയിച്ചു. ജൂൺ 15 മുതൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ സതീശൻ സർക്കാർ സൗകര്യമൊരുക്കി നൽകുകയും ചെയ്തു. എന്നാൽ അടുത്ത മാസത്തെ KSRTCയിലെ ശമ്പളം ഈ 1-ാം തീയതി തന്നെ കൃത്യമായി ലഭിക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ജീവനക്കാർ, ഒപ്പം പെൻഷനും. ഇതിനിടെ മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ നഷ്ടം 1-2 KSRTCക്ക് 112 കോടി രൂപ വരുമെന്ന ഒരു റിപ്പോർട്ട്. KSRTCയിൽ സ്ത്രീ സൗജന്യ യാത്ര സംബന്ധിച്ച മുഖ്യമന്ത്രി വി ഡി സതീശനെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഗതാഗത സെക്രട്ടറിയുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. സൗജന്യ യാത്രയ്ക്ക് സർക്കാർ പ്രതിമാസം അധികമായി കണ്ടെത്തേണ്ടി വരുന്നത് 180 കോടി രൂപയാകും. ഓർഡിനറി ബസ്സിൽ മാത്രം ഈ പദ്ധതി നടപ്പാക്കിയാൽ 57 കോടി രൂപയാകും നഷ്ടം. ഇനി സ്ത്രീകളെ സിറ്റി ഫാസ്റ്റിലും സിറ്റി ഓർഡിനറി ബസ്സുകളിലും കയറ്റിയാലോ, അതിൽ വേറൊരു 65 കോടി രൂപയുടെ നഷ്ടം. എന്തായാലും സ്ത്രീ സൗജന്യത്തിൽ അത് ഇല്ലാതെയുള്ള ഒരു കളിയുമില്ലെന്ന് സതീശൻ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ജൂൺ 15 മുതൽ സംസ്ഥാനത്ത് സ്ത്രീ സൗജന്യ യാത്ര KSRTC ബസ്സുകളിൽ അനുവദിക്കാമെന്നാണ് UDF സർക്കാർ ആദ്യം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തത്. അതിന് പിൻവലിക്കാനും പറ്റില്ല. അത് ഇന്ദിരാ ഗ്യാരണ്ടിയാണ്, രാഹുൽ ഗാന്ധിയാണ് പ്രഖ്യാപിച്ചത്. പക്ഷെ കറങ്ങിത്തിരിഞ്ഞ് ഗതാഗത വകുപ്പ് വന്ന് നിന്നത് പാവം CP ജോണിൻ്റെ തലയ്ക്കാണ്. KSRTCയിലെ 4 ടയറും കറങ്ങുന്നുണ്ടോ എന്ന് എന്നും ഇനി ഇറങ്ങി നോക്കേണ്ട ഗതികേട് ബാധ്യതയൊക്കെ ഉത്തരവാദിത്വവും അങ്ങനെ CPക്കായി. ഇങ്ങനെ CP ജോൺ KSRTCയെ വരാനിരിക്കുന്ന നഷ്ടക്കുഴിയിൽ നിന്നും കരകയറ്റും. ചോദ്യം ഇത്തിരി സങ്കീർണമാണ്, ഉത്തരവും. നിലവിൽ KSRTC 4 ടയറിൽ ഓടുന്നത് സർക്കാർ സഹായത്തിൽ തന്നെയാണ്. എല്ലാ മാസവും ശമ്പള വിതരണത്തിന് 50 കോടിയും പെൻഷൻ വിതരണത്തിന് 75 കോടിയും ഉൾപ്പെടെ 125 കോടി രൂപ സർക്കാർ നൽകുന്നുണ്ട്. KB ഗണേഷ് കുമാറിന് ഇത് വല്ലതും അറിയണോ? എവിടെ നിന്നും ഈ തുക എടുത്തു കൊടുക്കുന്നതെന്ന് അറിയണോ? ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടോ? ഇല്ല. സഹകരണ സംഘങ്ങളിൽ നിന്നും സാമ്പത്തികമായി ഭദ്രതയുള്ള സഹകരണ ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്താണ് എല്ലാ മാസവും ഗതാഗത വകുപ്പ് ഈ ശമ്പളവും പെൻഷനും കൃത്യമായി ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. ഇതൊക്കെ അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കെ സൗജന്യ യാത്ര നടപ്പാക്കണമെങ്കിൽ ഇതിനോടൊപ്പം 150 കോടി രൂപ പ്രതിമാസം സർക്കാർ അനുവദിക്കേണ്ടി വരുമെന്നത് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത. ഭരണം പോയി. ഇത്ര നാളും LDF അനുകൂല സഹകരണ ബാങ്കിൽ നിന്നായിരുന്നു ഈ തുക സർക്കാർ കണ്ടെത്തിയിരുന്നത്. ഇനി അവർ പ്രതിപക്ഷത്താണ്. അപ്പോൾ പിന്നെ ആ തുക ലഭിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷ വേണ്ട. അപ്പോൾ ഇനി UDF അനുകൂല സഹകരണ സംഘങ്ങൾ ഈ തുക നൽകുമോ? അറിയില്ല. അങ്ങനെയെങ്കിൽ എത്ര കാലം ഇത്രയും തുക വായ്പ എടുത്ത് ശമ്പളവും പെൻഷനും ഒക്കെ KSRTC കൊടുക്കേണ്ടി വരും? ഇത്രയും വലിയൊരു തുക എല്ലാ മാസവും സർക്കാരിന് കൊടുക്കാനാകുമോ? ഇതെല്ലാം ചോദ്യങ്ങളാണ്. പദ്ധതിയെ സ്വാഗതം ചെയ്യുമ്പോഴും ജീവനക്കാരുടെ ആശങ്ക ഇപ്പോഴും ശമ്പളം മുടങ്ങുമോ എന്ന് തന്നെയാണ്. കാരണം സ്വന്തം കഞ്ഞിയിൽ മണ്ണ് വീഴാൻ ജീവനക്കാർ ആരെയും അനുവദിക്കില്ല. ഒരിക്കലും അവർക്കൊരു അബദ്ധം പറ്റിയതാണ്. എല്ലാവരും എംപാനിൽ നിന്നൊക്കെ തിരികെ വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇത് മന്ത്രി CP ജോൺ പിടിച്ച പുലിവാലി തന്നെയാണ്, അഗ്നി പരീക്ഷയാണ്. തിരുവനന്തപുരത്തു നിന്നും ജയിച്ചത് ഇതിനേക്കാൾ എത്ര ഈസി ആയിട്ടാണെന്ന് മന്ത്രിക്ക് ഇപ്പോൾ തോന്നുകയായിരിക്കും. എന്തായാലും എന്താണ് CP മാജിക് എന്ന് കണ്ടറിയണം, അത്രമാത്രം. പക്ഷേ ഇന്ദിരാ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഇതൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ ജനം കൈയടിച്ചെങ്കിലും എന്തായാലും KSRTCയിലെ ജീവനക്കാർ അന്നും കൈയടിച്ചില്ല. കാരണം അവിടെ മനസ്സിലൊക്കെ ആധിയായിരുന്നു. CP ജോണിൻ്റെ തലയിൽ വലിയൊരു കുരിശെടുത്ത് വച്ചു എന്നാണിപ്പോൾ മന്ത്രിസഭയ്ക്കുള്ളിലെ അടക്കം പറച്ചിൽ. തോറ്റു തൊപ്പിയിട്ട് പത്തനാപുരത്ത് വീട്ടിൽ തന്നെ ഇരിക്കുന്ന KB ഗണേഷ് കുമാർ എന്ന മുൻ മന്ത്രി ഇപ്പോൾ പൊട്ടിച്ചിരിക്കുന്നുണ്ടാകും. കാരണം താൻ കുഴിച്ച കുഴിയിൽ UDF വീണല്ലോ എന്നോർത്ത്.